ഹായ് ഡിയേഴ്സ്, നമുക്ക് ഒരു ടെഡി ബെയറിനെ നമ്മളെ കയ്യിലുള്ള തുണി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സാധാരണ കാണുന്ന പാറ്റേണിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് സാധാരണ പാറ്റേണിലും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ പാറ്റേൺ. അപ്പം ഇതിൽ വേണ്ടിയിട്ട് ആദ്യം ഫേസിലേക്ക് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പം ഈ ഫസ്റ്റ് കാണുന്ന ഈ ഭാഗമാണ് ടെഡി ബെയറിൻ്റെ തലൻ്റെ ബാക്കിലേക്ക് വരുന്ന ഭാഗം. ഇത് നീളത്തിൽ 15 സെൻറ്റിമീറ്ററും ഇതിൻ്റെ വീതി വരുന്നത് 8 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതിനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കാം. അതിനുശേഷം ടെഡി ബെയറിൻ്റെ ഫേസിലേക്ക് വരുന്ന ഭാഗമാണ് ഈ മൂക്കും വായലും വരുന്ന ഭാഗമില്ലേ, അപ്പോൾ അതാണ് ഈ ഒരു ഷേപ്പിൽ കാണുന്നത്. ഇത് നീളത്തിൽ 15 സെൻറ്റിമീറ്ററും അതിൻ്റെ നേരെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്ററും അതിൻ്റെ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഈ നീളത്തിൽ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററും അതിന് നേരെ അങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ ആയാലും നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. ഇനി നടുവിൽ നിന്ന് നേരെ അങ്ങോട്ട് 6.5 വരച്ചിട്ട് നമ്മൾ ഈ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ല, അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ച ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നീളത്തിൽ 15 സെൻറ്റിമീറ്ററും അവിടുന്ന് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്ററും അതിൻ്റെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററും ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്ററും ഇവിടുന്ന് 6 സെൻറ്റിമീറ്ററും ആയിട്ടാണ് നമ്മളിത് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ചെവിയാണുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് 8 സെൻറ്റിമീറ്ററും മേലേക്ക് 5.5 സെൻറ്റിമീറ്ററും ആയിട്ടാണ് ഇത് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തലൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇതാണ് ടെഡി ബെയറിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള പാറ്റേൺ. ഈ ഫസ്റ്റ് കാണുന്നതാണ് ടെഡി ബെയറിൻ്റെ ബാക്ക് ബോഡിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് ഫ്രണ്ടിലത്തത്, ഇത് കൈ വരുന്നത്, ഇത് കാല് വരുന്നത്, അത് കാലിൻ്റെ അടിയിൽ വരുന്ന ഒരു പീസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അപ്പോൾ ഇത് നീളത്തിൽ 15 സെൻറ്റിമീറ്ററും വീതി വരുന്നത് 6.5 സെൻറ്റിമീറ്ററും ആണ്, മുകളിൽ 3 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മളെ ഫ്രണ്ട് ബോഡീൻ്റെ നോക്കാം. 15 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയും 3.5 സെൻറ്റിമീറ്ററും മേലേക്കുമായിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി നമ്മളെ കൈ നോക്കാം. 14 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടുണ്ട്, പിന്നെ ഇങ്ങോട്ട് 6 സെൻറ്റിമീറ്റർ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ വരച്ചെടുക്കാം. അതിനുശേഷം ഈ കാല് ഇങ്ങോട്ട് 14 സെൻറ്റിമീറ്ററും ഇങ്ങോട്ട് 6 സെൻറ്റിമീറ്ററും ഇവിടെ ഒരു ഷേപ്പ് വരച്ചിട്ട് 8 സെൻറ്റിമീറ്റർ ഈ ഒരു ഭാഗവും, അങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. ഈ 6 സെൻറ്റിമീറ്റർ അവിടുന്ന് 8 സെൻറ്റിമീറ്ററിലേക്ക് ഒരു വളവ് പോലെ അങ്ങനെയാണ് പോകുന്നത്. ഇത് താഴേലേക്കുള്ളത്. ഇത് 7 സെൻറ്റിമീറ്റർ നീളത്തിലും വീതി 6 സെൻറ്റിമീറ്ററും ആയിട്ടുമാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മളത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടെഡി ബെയറിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള പാറ്റേണും ടെഡി ബെയറിൻ്റെ ഫേസിലേക്ക് വേണ്ടിയിട്ടുള്ള പാറ്റേണും നമ്മളെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചെവി, ഫ്രണ്ട് ഹെഡ്, ബാക്ക് ഹെഡ് അതെല്ലാം റെഡി ആയത്. ഇനി നമുക്കത് വരച്ചു തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ നമ്മളെ ബാക്ക് ഹെഡ് വെച്ചിട്ട് മറിച്ചും തിരിച്ചും വെച്ചിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് ഹെഡിൻ്റെ 2 പീസ് വേണം ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട്. പിന്നെ ഇത് വെച്ചിട്ട് 2 എണ്ണം തന്നെ വേണം. ഇത് നമ്മൾ ഫ്രണ്ട് ഹെഡാണ്, അപ്പോൾ അതും 2 എണ്ണം ഇതുപോലെ മറിച്ചും തിരിച്ചും വെച്ചിട്ട് നമുക്ക് 2 എണ്ണം വേണം. അപ്പോൾ ഇനി വരുന്നത് നമ്മൾ ചെവിയാണ്. ഈ പ്ലെയിൻ ആയിട്ടുള്ള ഈ തുണിയിൽ നിന്ന് 2 ചെവി നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലോറൽ പ്രിൻറ്റിൽ നിന്നും 2 ചെവി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് 4 പീസ് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കുള്ള 2 ചെവി മാർക്ക് ചെയ്യുന്നത്. ഇത് ടെഡി ബെയറിൻ്റെ ബോഡി പാർട്ടാണ്. അപ്പോൾ ഇത് ടെഡി ബെയറിൻ്റെ ബാക്ക് ബോഡിയാണ്. അതും മറിച്ചും തിരിച്ചും വെച്ചാണ് നമ്മൾ 2 വട്ടം ആയിട്ടാണ് വേണ്ടത്. ഇത് ഫ്രണ്ട് ബോഡിയാണ്. അതും മറിച്ചും തിരിച്ചും വെച്ചിട്ട് നമുക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് 2 പീസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മളെ കൈയാണ്. കൈയും കാലും നമുക്ക് 4 എണ്ണം വീതമായിട്ടാണ് വേണ്ടത്. കാരണം 2 പീസ് ജോയിൻ ചെയ്തിട്ട് ഒരു കൈയും 2 പീസ് ചെയ്തിട്ട് മറ്റേ കൈയും ചെയ്യുന്ന കാരണമാണ് നമുക്ക് 4 എണ്ണം വേണ്ടത്. അതേപോലെ തന്നെയാണ് കാല്. അതേപോലെ നല്ല ഒരു ഭാഗം തിരിച്ച് വെച്ചിട്ട് 2 ഭാഗവും അതേപോലെ ആ പേപ്പർ മറിച്ച് വെച്ചിട്ട്
രണ്ട് ഭാഗവും അങ്ങനെ തന്നെയാണ് കൈയിൻ്റെതും അതേ കാലിൻ്റെതും നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി ഈ ഫ്ലോറൽ പ്രിന്റിൽ നിന്ന് കാലിൻ്റെ അടിയിലേക്ക് വേണ്ട രണ്ട് ഭാഗങ്ങളും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ടെഡി ബെയറിൻ്റെ ബാക്ക് ഹെഡാണ് 2 എണ്ണം, ഇത് ഫ്രണ്ട് ഹെഡാണ് 2 എണ്ണം. ഇത് ചെവിക്ക് വേണ്ടിയിട്ടുള്ള 4 പീസാണ്. അപ്പോൾ ഈ പ്ലെയിനിലേക്ക് നമ്മൾ ഫ്ലോറൽ പ്രിന്റ് രണ്ടും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാരണമാണ് ചെവിക്ക് നമ്മൾ 4 പീസ് കട്ട് ചെയ്തത്. ഇത് നമ്മൾ ടെഡി ബെയറിൻ്റെ ഫ്രണ്ട് ബോഡിയും ഇത് ബാക്ക് ബോഡിയുമാണ്. അപ്പോൾ അത് നമുക്ക് രണ്ടും 2 വീതമായിട്ട് വേണം. ഇത് കൈയാണ്. കൈയും നമുക്ക് 4 എണ്ണം വേണ്ടത് എന്താ വെച്ചാൽ ഒന്നിനോട് ഒന്ന് ചേർത്ത് വെച്ച് ഒരു കൈയും ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് അങ്ങനെ ആയതുകൊണ്ടാണ്. കാലും അതുപോലെ തന്നെ 4 എണ്ണം വേണ്ടത് ഒന്നിനോട് ചേർത്ത് വെച്ച് ഒരു, അപ്പോൾ ഓരോ കാല് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കാലിൻ്റെ അടിയിൽ വെക്കുന്നതാണ് ഈ പീസ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് തുന്നി കൊടുക്കാം. അപ്പോൾ ഇത് മറിച്ചിടുക. ഇത് നമ്മളെ ബാക്ക് ഹെഡിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് ഹെഡ് അങ്ങനെ വരും. ഇത് ഫ്രണ്ട് ഹെഡാണ്. അപ്പോൾ ഫ്രണ്ട് ഹെഡ് ഇവിടുന്ന് ഇത് മുതൽ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുന്നുക ചെയ്യുക. എന്നിട്ട് മറിച്ചിടുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗമാണ് മൂക്ക് വരുന്നത്. താഴത്തേക്കുള്ള ഭാഗം കണ്ണ് രണ്ടും വെക്കേണ്ട സൈഡാണ്. അപ്പം നമ്മളെ ഹെഡിന് വേണ്ടിയിട്ടുള്ള ഭാഗമായിരുന്നു അത്. ഇത് നമ്മളെ ചെവിയാണ്. ചെവി ഇങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റും പ്ലെയിൻ ആയിട്ടുള്ളതും വെച്ച് കൊടുത്തിട്ട് തുന്നി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 ചെവി കിട്ടി. അപ്പോൾ ഈ താഴ്ന്ന ഭാഗത്ത് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു മുത്ത് ഉപയോഗിച്ചിട്ട് കണ്ണ് വെച്ച് കൊടുത്ത്. നമുക്ക് ശരിക്കും ഷോപ്പിൽ നിന്ന് കിട്ടും ഇതിൻ്റെ കണ്ണെല്ലാം. പക്ഷെ ഞാൻ കയ്യിലുള്ള സാധനം വെച്ച് ചെയ്യണമെന്ന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് ഞാൻ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് ഉപയോഗിച്ചിട്ട് ആ ടവൽ പീസിൽ നിന്ന് ഒരു മൂക്ക് ഇതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭാഗവും തലകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കാം. അതിനുശേഷം അടിഭാഗം മുഴുവനായിട്ട് തുന്നരുത്, കാരണം നമുക്ക് മറിച്ചിടേണ്ടതുണ്ടല്ലോ ഇതിൻ്റെ ഫേസ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതേപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മറിച്ചിട്ടതിന് ശേഷം ഈ കോട്ടൺ വെച്ചിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ കോട്ടൺ നിറച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഇവിടെ തുന്നി കൊടുക്കണം. ഇപ്പോൾ നമ്മളെ ബോഡിയാണ് നമ്മൾ ജോയിൻ ചെയ്യണത്. ഇത് നമ്മളെ ഫ്രണ്ട് ബോഡിയും ബാക്ക് ബോഡിയും ഉണ്ട്. അതിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ 2 പീസായിരുന്നല്ലോ നമ്മൾ കട്ട് ചെയ്തത്, അതുപോലെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ 2 കൈകൾ തമ്മിലും ജോയിൻ ചെയ്യണം. കൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മറിച്ചിടാനുള്ള ഒരു സ്ഥലം നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മറിച്ചിടാൻ പറ്റാതായിപ്പോവും. ഒരു ചെറിയ ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വിടണം. എന്നാലല്ലേ നമുക്ക് അതിലേക്ക് പഞ്ഞിയെല്ലാം കയറ്റാനെല്ലാം പറ്റുള്ളൂ. ഇതേപോലെ തന്നെ കാലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതും നമുക്ക് മറിച്ചിടാനുള്ള ഒരു ഗ്യാപ്പ് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാതെ വിടണം. നമുക്ക് പഞ്ഞി കയറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ലാസ്റ്റ് പഞ്ഞി കയറ്റിയിട്ട് ഇതാക്കിയതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അപ്പോൾ നമ്മൾ കാലിൻ്റെ ഭാഗം ഇപ്പം മറിച്ചിടുന്നില്ല. നമുക്ക് ഈ പീസും കൂടെ വെച്ച് കൊടുക്കാനുള്ള കാരണം അതും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ മറിച്ചിടുന്നുള്ളൂ. അപ്പോൾ ഇതും ഇതേപോലെ റൗണ്ടിൽ തുന്നിയെടുക്കാം. ഈ കാലിൻ്റെ അടിയിൽ ഈ പീസ് ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ ഫ്രണ്ട് ബോഡിയും ബാക്ക് ബോഡിയിലേക്ക് കൈയും കാലും എങ്ങനെയാണ് യോജിപ്പിക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ഈ ബാക്ക് ബോഡിയിലേക്ക് ഒരു കാലിനെയും ഒരു കൈയിനെയും മുട്ടുസൂചി വെച്ചിട്ട് തറച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ ഈ ഫ്രണ്ട് ബോഡിയും കൂടെ ചേർത്തിട്ട് സൂചി വെച്ച് പിന്നെ ചെയ്തതിന് ശേഷം ഈ സൂചി കൈ മുതൽ കാല് വരെയാണല്ലോ വെക്കുന്നത്. അതുവരെ നമ്മൾ താഴെ വരെ ആ കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രം സ്റ്റിച്ച് കൊടുക്കാതെ അതിൻ്റെ കാല് അവസാനിക്കുന്ന സ്ഥലം വരെ നമ്മൾ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാലും ഒരു കൈയും മാത്രം ജോയിൻ്റ് ആയി കിട്ടി, അവിടെ ക്ലോസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ കൈയിനെയും കാലിനെയും കഴുത്തിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മറ്റേ കൈയും കാലും കൂടെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ബോഡിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ പിന്നെ കുത്തിയിട്ട് ഒന്ന് അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കൈയും കാലും ഇങ്ങനെ കിട്ടുമല്ലോ, അത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്താൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇതിന് കിട്ടും. ഇപ്പം നമ്മൾ കഴുത്തിൻ്റെ അവിടെ ഓപ്പണാണ്, കൈയിൻ്റെ കാലിൻ്റെ അവിടെ ഓരോ വിടവുണ്ട് പഞ്ഞി കയറ്റാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കോട്ടൺ വെച്ചിട്ട് നമുക്കതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഈ കോട്ടൺ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കാണാത്ത രീതിയിലൊരു തുന്നിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ തലയിലേക്ക് ഈ ബോഡീനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ തുന്നിയിട്ട് ഈ തലയായിട്ട് ഇതിനെ ചേർത്ത് യോജിപ്പിക്കണം. ഈ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ചെവിനെയും കൂടെ ചേർത്ത് വെക്കണം. ചെവിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പഞ്ഞി വെച്ചിട്ടുണ്ട്, അത് കാണിക്കാൻ മറന്നുപോയി. കുറച്ച് മാത്രം വെച്ചാൽ മതി. ഇനി ഈ ചെവിനെയും കൂടെ തലേൻ്റെ കൂടെ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇപ്പോഴാണ് നമ്മുടെ ഈ ടെഡി കുട്ടന് റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ കാണുന്ന ഇരിക്കുന്ന പാറ്റേണിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഇതിനെ കിടത്തിയിടാനും മറിച്ചിടാനും എല്ലാത്തിനും പറ്റും. എനിക്ക് മിസ്റ്റർ ബീൻ്റെ കയ്യിലുള്ള ഇളകി കളിക്കുന്ന ടെഡിക്കുട്ടനെ ഇഷ്ടമായത് കാരണമാണ് ഞാൻ ഈ ടെഡിനെ ചെയ്തത്. അതിങ്ങനെ ഇളകി കളിക്കുന്ന കാരണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.